ഭൂമിയുടെ പടം. എന്താണ് ഭൂപടം? ഭൂമിയുടെ ഉപരിതലം പൂർണ്ണമായോ ഭാഗികമായോ സമനിരപ്പായ ഒരു പ്രതലത്തിൽ പ്രതിനിധാനം ചെയ്യുന്ന ചിത്രമാണ് ഭൂപടം. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ത്രിമാന സവിശേഷതകളെ ഒരു പ്രത്യേക തോത് ഉപയോഗിച്ച് ദ്വിമാന പ്രതലത്തിലേക്ക് അനുയോജ്യമായ അടയാളങ്ങളും നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന സംവിധാനമാണിത്. ഭൂമിശാസ്ത്രകാരനെ സംബന്ധിച്ചിടത്തോളം ഭൂമിശാസ്ത്രപരമായ അറിവുകൾ സംക്ഷിപ്തമായി പ്രദർശിപ്പിക്കാൻ ഉതകുന്ന ഏറ്റവും ഫലപ്രദമായ ഉപകരണം കൂടിയാണ് ഭൂപടം. ആദ്യ ഭൂപടം ചിത്രീകരിച്ചത് ഗ്രീക്ക് തത്വചിന്തകനായിരുന്ന അനക്സിമാൻഡർ ആണെന്ന് കരുതുന്നു. ആധുനിക ഭൂപടത്തിന്റെ ഉപജ്ഞാതാവായി ലോകം കരുതുന്നത് ജെറാൾഡ് മെർകാർട്ടർ എന്ന ഭൂമിശാസ്ത്രജ്ഞനെയാണ്. പുരാതന മെസപ്പൊട്ടേമിയക്കാരാണ് ഭൂപട നിർമ്മാണത്തിന് തുടക്കം കുറിച്ചവർ. ഏതാണ്ട് 5000 വർഷങ്ങൾക്ക് മുമ്പ് കളിമൺ ഫലകത്തിലായിരുന്നു അന്നത്തെ ഭൂപടങ്ങൾ ചിത്രീകരിച്ചിരുന്നത്. ആവശ്യമായ വിവരങ്ങൾ വരച്ചു ചേർത്ത മൺഫലകങ്ങൾ തീയിൽ ചുട്ടെടുത്ത് സൂക്ഷിക്കുന്നതായിരുന്നു രീതി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളിനെ കാർട്ടോഗ്രാഫർ എന്ന് വിളിക്കുന്നു. ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി സർവേ ഓഫ് ഇന്ത്യയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ്. ഭൂപടങ്ങളുടെ ശേഖരണത്തിന് പറയുന്ന പേരാണ് അറ്റ്ലസ്. വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി വിവിധങ്ങളായ ഭൂപടങ്ങൾ ഈ ശേഖരത്തിൽ ഉണ്ടാവും. ആദ്യമായി അറ്റ്ലസ് രൂപകൽപ്പന ചെയ്തത് എബ്രഹാം ഓർട്ടേലിയസ് എന്ന ഭൂമിശാസ്ത്രജ്ഞനാണ്. ഇനി ഗ്ലോബിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ തുടക്കം മുതലേ പറയണം. ഒരു ഓറഞ്ചിൻ്റെ തോട് കഴിയുന്നത്ര കേടുവരാതെ പൊളിച്ചെടുത്ത് മേശപ്പുറത്ത് കൃത്യമായി പരത്തി വയ്ക്കാൻ കഴിയുമോ? ഇതുപോലെ ഭൂമിയുടെ ഉരുണ്ട ഉപരിതലം പരന്ന കടലാസിൽ വരയ്ക്കാൻ പ്രയാസം അനുഭവപ്പെട്ടു. ഇതിന് ശാസ്ത്രജ്ഞന്മാർ ഒരു വഴി കണ്ടെത്തി. ഉരുണ്ട ഭൂമിയുടെ ആകൃതി അതേ രൂപത്തിൽ തന്നെ വരയ്ക്കുക. ഈ പരീക്ഷണ വസ്തുവാണ് ഇന്ന് നാം കാണുന്ന ഗ്ലോബ്. പണ്ട് അമേരിക്കൻ വൻകരയിലേക്ക് പോയ കൊളംബസ് എന്ന കപ്പലോട്ടക്കാരൻ കൊണ്ടുപോയ ഗ്ലോബാണത്രേ ഇന്നുള്ളവയിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഭൂഗോളം. വലിയൊരു പന്ത് മൃഗത്തോൽ കൊണ്ട് പൊതിഞ്ഞ് അതിന് പുറത്തായിരുന്നു സ്ഥലങ്ങളും മറ്റും രേഖപ്പെടുത്തിയിരുന്നത്. കൊളംബസിനെ പോലെ മറ്റു പല കപ്പലോട്ടക്കാരും ഗ്ലോബുകൾ ഉപയോഗിച്ചായിരുന്നു കടൽ യാത്ര നടത്തിയിരുന്നത്. ഇവരിൽ പലരും 2 ഗ്ലോബുകൾ ഉപയോഗിച്ചിരുന്നു. ഒന്നിൽ ഭൂപ്രദേശങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ മറ്റേതിൽ ആകാശം, നക്ഷത്രങ്ങൾ എന്നിവയുമാണ് അടയാളപ്പെടുത്തിയിരുന്നത്. ഭൂമിയുടെ ഒരു യഥാർത്ഥ പ്രതിരൂപമാണ് ഗ്ലോബ്. എന്നാൽ ഗ്ലോബിന് ചില പരിമിതികളുണ്ട്. ഒരു പ്രദേശത്തിൻ്റെ എല്ലാ പ്രത്യേകതകളും ഗ്ലോബിൽ ചിത്രീകരിക്കാൻ പ്രയാസമാണ്. കൊണ്ടു നടക്കാൻ പ്രയാസമുണ്ടെന്ന് മാത്രമല്ല, ഭൂപടങ്ങളെ അപേക്ഷിച്ച് വിലയും കൂടുതലാണ്. ഗ്ലോബിൻ്റെ പരിമിതികളിൽ പലതും ഭൂപടത്തിൽ പരിഹരിക്കപ്പെടുന്നുണ്ട്. ഗ്ലോബിൻ്റെ പരന്ന രൂപമാണ് ഭൂപടം. ഒരു പ്രദേശത്തിൻ്റെ പ്രകൃതി സവിശേഷതകളും മനുഷ്യനിർമ്മിത സവിശേഷതകളും ഒരു ഭൂപടത്തിൽ ചിത്രീകരിക്കാം. ഒരു കൊച്ചു പട്ടണത്തിന് തന്നെ വലിയ വിശദാംശങ്ങൾ വരച്ചു ചേർക്കാൻ ഭൂപടത്തിൽ കഴിയും. ചുരുളുകളായി കൊണ്ടു നടക്കാനും തൂക്കിയിടാനും എളുപ്പമാണ്. ഭൂപടം, ഗ്ലോബ് എന്നിവ ഉപയോഗപ്പെടുത്തി ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനനിർണ്ണയം നടത്തുന്നത് അക്ഷാംശ രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ്. സാങ്കേതികവിദ്യ വളർന്നതോടെ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ രാജ്യങ്ങളും സ്ഥലങ്ങളും മനസ്സിലാക്കാൻ തുടങ്ങി. അതിനേറെ സഹായകമാണ് ഗൂഗിൾ മാപ്സ്. ഈ വെബ് മാപ്പിംഗ് സംവിധാനത്തിൽ സ്ഥലങ്ങൾ മാത്രമല്ല, റോഡുകൾ പോലും എവിടെയാണെന്ന് കണ്ടെത്താനും ദൃശ്യങ്ങൾ 3Dയിൽ കാണാനും സാധിക്കും. ഞങ്ങളുടെ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം.